ഏവർക്കും കണ്ണൻ്റെ വൃന്ദാവനം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നവരാത്രി കാലമായതിനാൽ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് ഷെയർ ചെയ്യുന്നത്. ദേവീ ഭജനത്തിന് ഉത്തമമായ നാളുകളാണ് നവരാത്രി കാലം. ആദിപരാശക്തി മഹാകാളിയായും മഹാസരസ്വതിയായും മഹാലക്ഷ്മിയായും അനുഗ്രഹം ചൊരിയുന്ന ദിവസങ്ങളാണ് നവരാത്രി കാലം. മാതൃസ്വരൂപിണിയും ഭക്തവത്സലയുമാണ് ദേവി. ലോകമാതാവായ അമ്മയാണ് ഏവർക്കും ആദിപരാശക്തി. ഏത് തെറ്റിനും മാപ്പ് നൽകുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് അമ്മയുടെ ഹൃദയമാണ്. മക്കൾക്ക് ഒരാപത്ത് വരുന്നത് കണ്ടു നിൽക്കാൻ ഒരമ്മയ്ക്കുമാവില്ല. അതുപോലെ തന്നെയാണ് ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അമ്മ നീക്കുന്നു. ദേവിയെ സ്മരിക്കുന്നതിനു നേരമോ കാലമോ നോക്കേണ്ടതില്ല. നമ്മുടെ മനസ്സിന് ശുദ്ധി ഉണ്ടായാൽ മതി. തെളിഞ്ഞ മനസ്സോടെ ഉദാത്ത ഭക്തിയോടെ ജപിച്ചാൽ ദേവി ഏവർക്കും അനുഗ്രഹം ചൊരിയും. ദേവിയുടെ കീർത്തനങ്ങൾ ജപിക്കാം, സ്തോത്രങ്ങൾ ജപിക്കാം, ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യാം, ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം. നവരാത്രി കാലങ്ങളിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് വിശിഷ്ടമായൊരു കാര്യമാണ്. പക്ഷേ ഏവർക്കും ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ സമയം ലഭിക്കണമെന്നില്ല. പക്ഷേ ദേവി മഹാത്മ്യ പാരായണത്തിന് തുല്യമായ 4 വരി സ്തോത്രമാണ് ഈ സ്തോത്രം. നിങ്ങൾക്ക് ഈ സ്തോത്രം നിത്യവും പാരായണം ചെയ്യാം, ജപിക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും ഈ 4 വരി ജപിക്കാൻ. ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്ന തുല്യമാണ് ഈ 4 വരി സ്തോത്രം. ഓരോ വരികളിലും ഓരോ അക്ഷരങ്ങളിലും അത്രയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ സ്തോത്രത്തിന്. ഈ നവരാത്രി കാലങ്ങളിലെങ്കിലും ഈ സ്തോത്രം ഏവരും ജപിക്കാൻ ശ്രമിക്കുക. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും പ്രാപ്തമാവട്ടെ. യാ അംബാ മധുകൈടഭ പ്രമദിനി യാ മാഹിഷോന്മൂലിനി യാ ധൂമ്രേക്ഷണ ചണ്ഡമുണ്ഡമദിനി യാ രക്തബീജാശിനി ശക്തി ശുംഭ നിശുംഭ ദൈത്യദളിനി യാ സിദ്ധലക്ഷ്മി പരാ സാ ദുർഗാ നവകോടി വിശ്വസഹിത മാം പാതു വിശ്വേശ്വരി.